പാലക്കാട്ടെ കോട്ട കാക്കാൻ ജനപ്രിയ താരം രമേശ് പിഷാരടിയെ രംഗത്തിറക്കാൻ കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുകയാണ്. രാഹുൽ മാങ്കുട്ടത്തിലിനെ ചുറ്റിപ്പറ്റിയുള്ള പുതിയ വിവാദങ്ങളുടെയും കേസുകളുടെയും പശ്ചാത്തലത്തിൽ മണ്ഡലം സുരക്ഷിതമായി നിലനിർത്താൻ ഒരു മാസ് സ്ഥാനാർത്ഥി വേണമെന്ന ചിന്തയിലാണ് ഹൈക്കമാൻഡ് പിഷാരടിയുടെ പേരിലേക്ക് എത്തിയിരിക്കുന്നത്. പാലക്കാട് എന്നും UDFന്റെ ഉറച്ച കോട്ടയാണ്. ഷാഫി പറമ്പിൽ എന്ന കരുത്തനായ നേതാവ് വടകര വഴി ലോക്സഭയിലേക്ക് പോയതോടെ ഒഴിവ് വന്ന ഈ സീറ്റിൽ BJPയുടെ വെല്ലുവിളികളെ അതിജീവിക്കാൻ പിഷാരടിയെ പോലുള്ള ഒരു വ്യക്തിത്വത്തിന് സാധിക്കുമെന്നതാണ് വിലയിരുത്തൽ. മുൻപ് മെട്രോമാൻ ശ്രീധരനെ പോലുള്ള അതികായന്മാരെ BJP ഇറക്കിയിട്ടും പാലക്കാടെ വോട്ടർമാർ ഷാഫി പറമ്പിലിനൊപ്പമാണ് നിന്നത്. സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വം പിഷാരടിയുമായി പ്രാഥമിക ചർച്ചകൾ നടത്തി കഴിഞ്ഞു എന്നതാണ് വിവരം. മത്സര രംഗത്തിറങ്ങാൻ അദ്ദേഹം സന്നദ്ധത പ്രകടിപ്പിച്ചതോടെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ വലിയൊരു ആവേശമാണ് രൂപപ്പെട്ടിരിക്കുന്നത്. നേരത്തെ തൃപ്പൂണിത്തുറയിൽ പിഷാരടി മത്സരിക്കുമെന്ന് വാർത്തകൾ ഉണ്ടായിരുന്നെങ്കിലും പാലക്കാട്ടെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം പരിഗണിച്ച് അദ്ദേഹത്തെ ഇവിടെ തന്നെ നിയോഗിക്കാനാണ് സാധ്യത കൂടുതൽ. കെ മുരളീധരൻ, കണ്ണൻ ഗോപിനാഥൻ തുടങ്ങിയ പേരുകൾ ചർച്ചകളിൽ വന്നെങ്കിലും ജനപ്രിയതയിലും വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള കഴിവിലും പിഷാരടിക്ക് മുൻതൂക്കം നൽകുകയാണ് നേതൃത്വം. മറുഭാഗത്ത് BJPയും ശക്തമായ ഒരുക്കത്തിലാണ്. സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രനെ തന്നെ പാലക്കാട് ഇറക്കി മണ്ഡലം പിടിക്കാനാണ് BJPയുടെ നീക്കം. മുൻപ് പാലക്കാട് മത്സരിച്ചപ്പോൾ വോട്ട് വിഹിതം വലിയ രീതിയിൽ വർദ്ധിപ്പിക്കാൻ ശോഭയ്ക്ക് സാധിച്ചിരുന്നു. BJPയുടെ ഈ വെല്ലുവിളിയെ നേരിടാൻ രമേശ് പിഷാരടിയുടെ വരവ് UDFന് വലിയ കരുത്താകും. DCC അധ്യക്ഷൻ തങ്കപ്പന്റെ പേരും പരിഗണനയിൽ ഉണ്ടായിരുന്നെങ്കിലും വിജയസാധ്യത കൂടി കണക്കിലെടുത്താണ് പിഷാരടിയുടെ പേരിലേക്ക് ചർച്ചകൾ നീങ്ങുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അടുത്തയാഴ്ച ഉണ്ടായേക്കുമെന്നതിൽ വരും ദിവസങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഔദ്യോഗിക തീരുമാനമുണ്ടാകും. എന്തായാലും പിഷാരടിയുടെ എൻട്രി പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസിന്റെ പോരാട്ട വീര്യവും പിഷാരടിയുടെ ജനപിന്തുണയും ഒന്നിക്കുമ്പോൾ പാലക്കാട്ടെ കൈപ്പത്തി ചിഹ്നം വീണ്ടും തിളങ്ങുമെന്ന് തന്നെയാണ് പ്രവർത്തകരുടെ വിശ്വാസവും.